ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ല അടിപൊളി റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ സാധാരണയായി ക്രീം ചീസ് വെച്ചിട്ടാണ് റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ടാക്കിയെടുക്കാറ്. ഞാനിവിടെ ക്രീം ചീസ് ചേർക്കുന്നില്ല, നോർമൽ വിപ്പിംഗ് ക്രീം വെച്ചിട്ടാണ് റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ ടേസ്റ്റിലൊന്നും വലിയൊരു വ്യത്യാസമൊന്നുമില്ല, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം ബട്ടർ മിൽക്ക് റെഡിയാക്കി എടുക്കണം. ബട്ടർ മിൽക്ക് റെഡിയാക്കാൻ വേണ്ടി അര കപ്പ് ചെറു ചൂടുള്ള പാലും 1 ടീസ്പൂൺ വിനാഗിരിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് അരിച്ചെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1.5 കപ്പ് മൈദയാണ് എടുക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ കൊക്കോ പൗഡറും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് അരിച്ചെടുക്കാം. അപ്പോൾ നല്ലപോലെ അരിച്ചതിന് ശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്ത് അത് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ ഒരു ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ച് ചേർക്കുന്നുണ്ട്. അതിനുശേഷം നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട നല്ല ഫ്ലഫി ആയി വരുമ്പോൾ നമുക്കതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശെയായി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം. പഞ്ചസാര പൊടിച്ചത് കുറേശ്ശെയായി വേണം ഇട്ട് കൊടുക്കാൻ. പഞ്ചസാരയൊക്കെ നന്നായി ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ വനില എസൻസും 1 ടീസ്പൂൺ റെഡ് വെൽവെറ്റ് എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നീട് അതിലേക്ക് 1/4 കപ്പ് ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ അരിച്ചു വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസൊക്കെ കുറേശ്ശെയായി ഇട്ട് കൊടുക്കാം. കുറേശ്ശെയായി ഇട്ട് കൊടുത്തിട്ട് മെല്ലെ മെല്ലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച ബട്ടർ മിൽക്കും കൂടി കുറേശ്ശെയായി ചേർത്ത് കൊടുക്കാം. ഇനി ചേർക്കുന്നത് കളറാണ്, സൂപ്പർ റെഡ് കളറാണ് ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ടാക്കാൻ നല്ല കളറിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ കുറച്ചധികം കളർ ചേർത്ത് കൊടുക്കണം. അത്യാവശ്യം നല്ലൊരു കളർ ചേർത്താൽ മാത്രമേ നമ്മുടെ കേക്ക് നല്ല കളർ കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാനിവിടെ ജെൽ കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു കളർ കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെ ഞാൻ ബേക്കിംഗ് ട്രേ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ബട്ടർ പേപ്പറൊക്കെ വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. കണ്ടില്ലേ, നല്ല റെഡ് കളർ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ 200 ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 160 ഡിഗ്രിയിലാണ് ബേക്ക് ചെയ്തെടുത്തത്. അപ്പോൾ നമ്മുടെ സ്പോഞ്ച് റെഡി ആയിട്ടുണ്ട്, റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ സ്പോഞ്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 2.5 കിലോ വെയിറ്റാണ് അവർ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് 2 സ്പോഞ്ച് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. 3 സ്ലൈസായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഐസിങ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഷുഗർ സിറപ്പിന് പകരം ഞാനിവിടെ പാലും മിൽക്ക് മെയ്ഡും ചേർത്തിട്ടുള്ള ഒരു സിറപ്പാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ക്രീം ഇട്ട് കൊടുത്തിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് ഡ്രൈ നട്ട്സും വൈറ്റ് ചോക്ലേറ്റും മിൽക്ക് ചോക്ലേറ്റും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിൻ്റെ ഫില്ലിംഗ് റെഡിയാക്കി എടുക്കാം. അടുത്ത ലെയറും കൂടി വെച്ച് കൊടുത്തിട്ട് ഷുഗർ സിറപ്പ് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ 3 ലെയറും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കണം. ക്രം കോട്ട് ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാം. ക്രം കോട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാം. ഇനി നമുക്ക് സെക്കൻഡ് കോട്ട് ചെയ്ത് കൊടുക്കാം.
സ്ക്രാപ്പർ വെച്ചിട്ടൊന്ന് സൈഡിലേക്കൊന്ന് വരച്ച് കൊടുക്കാം. ഒരുപാട് ഷാർപ്പ് എഡ്ജിൻ്റെ ആവശ്യമൊന്നുമില്ല. അതിൻ്റെ മേലെ നമ്മൾ കേക്കിൻ്റെ ക്രംസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് കേക്ക് ഞാൻ മിക്സിയിൽ പൊടിച്ചെടുത്തതാണ്. അതൊരു അരിപ്പയിൽ ഇട്ടിട്ട് വേണം മേലെ ഇട്ട് കൊടുക്കാൻ. അരിപ്പയിൽ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു കളർ നന്നായി കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. ഡയറക്റ്റ് ഇട്ട് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെ അരിപ്പയിൽ ഇട്ടിട്ട് അരിച്ച് ഇടുന്നതാണ് ഏറ്റവും കൂടുതൽ ഭംഗി. അപ്പോൾ നമ്മുടെ റെഡ് വെൽവെറ്റ് കേക്ക് അടിപൊളിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ. താങ്ക് യു.